അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യത്തിൽ മാറിയത് യുദ്ധം ആദ്യം എന്ന നയമായി. ഇറാൻ എന്ന രാജ്യം വർഷങ്ങളായ അമേരിക്കൻ ഉപരോധങ്ങളും ഭീഷണികളും നേരിടുകയാണ്. എന്നാൽ ഉപരോധങ്ങൾ പരാജയപ്പെടുമ്പോൾ യുദ്ധക്കപ്പലുകൾ അയക്കുന്നതാണ് അമേരിക്കൻ ഭരണകൂടങ്ങളുടെ പതിവ് പ്രതികരണം. ഇത് ശക്തിയുടെ പ്രദർശനമല്ല, ഇത് നയതന്ത്രത്തിന്റെ പൂർണ്ണ പരാജയമാണെന്ന് പറയേണ്ടി വരും. ഇറാനെ ലക്ഷ്യമിട്ട് പശ്ചിമേഷ്യയിലേക്ക് വീണ്ടും യുദ്ധക്കപ്പൽ അയച്ച അമേരിക്ക വീണ്ടും യുദ്ധത്തിന് കോപ്പ് കൂട്ടി തുടങ്ങി. US നാവികസേനയുടെ US ഡെൽബർട്ട് ഡി ബ്ലാക്ക് ആണ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് മേഖലയിൽ പ്രവേശിച്ചതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇതോടെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഡിസ്ട്രോയറുകളുടെ എണ്ണം 6 ആയി. ഒരു വിമാനവാഹിനി കപ്പലും 3 ലിറ്റോറൽ യുദ്ധക്കപ്പലുകളും ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഇറാനെതിരായ സൈനിക നടപടി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ട്രംപ് പ്രതികരിച്ചത്. എന്റെ ആദ്യ ടൈമിൽ ഞാൻ സൈന്യത്തെ സജ്ജമാക്കി. ഇപ്പോൾ ഇറാൻ എന്ന സ്ഥലത്തേക്ക് ഞങ്ങളുടെ ഒരു സംഘം പുറപ്പെട്ടിട്ടുണ്ട്. അത് ഉപയോഗിക്കേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇറാനിലേക്ക് ഇപ്പോൾ വലിയ ശക്തമായ യുദ്ധക്കപ്പലുകൾ അയച്ചിട്ടുണ്ട്. പക്ഷെ അവ ഉപയോഗിക്കേണ്ടി വന്നില്ല എങ്കിൽ നന്നായിരിക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.